നമസ്കാരം. എമ്പുരാൻ സിനിമയുടെ റീ എഡിറ്റിംഗ് പതിപ്പ് പുറത്തു വരുമ്പോഴും വിവാദം തീരുന്നില്ല. സിനിമയിൽ ക്രൈസ്തവ ചിഹ്നങ്ങളെ മോശമായി ചിത്രീകരിച്ചുവെന്ന അഭിപ്രായം ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ സജീവമാണ്. KCBC അടക്കമുള്ള ക്രൈസ്തവ സഭാ നേതൃത്വത്തിൽ സിനിമയിലെ പലതിനോടും എതിർപ്പുണ്ട്. എമ്പുരാൻ സിനിമയ്ക്കെതിരെ സീറോ മലബാർ സഭ രംഗത്ത് വന്നിരുന്നു. സിനിമയുടെ പ്രമേയം സഭയുടെ വിശ്വാസങ്ങൾക്കെതിരെന്ന് സീറോ മലബാർ സഭ ആരോപിച്ചു. കത്തോലിക്ക വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില അടയാളങ്ങളെ എമ്പുരാൻ അവഹേളിക്കുന്നുണ്ടെന്നും സഭ ആരോപിച്ചു. മതചിഹ്നങ്ങളെ അവഹേളിക്കുന്നത് നല്ല പ്രവണതയല്ല, ഇത് ബോധപൂർവമാണെങ്കിൽ അംഗീകരിക്കാനാവില്ലെന്നും ഇക്കാര്യത്തിൽ അണിയറ പ്രവർത്തകർ ജാഗ്രത കാണിക്കണമെന്നും സീറോ മലബാർ സഭ അറിയിച്ചു. കുരിശ് തകർന്ന് താഴെ വീഴുന്നതും കത്തിപ്പടരുന്നതുമെല്ലാം ചിത്രത്തിലുണ്ട്. ഇതെല്ലാം സഭയെ വേദനിപ്പിച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ ഖേദപ്രകടനത്തെക്കുറിച്ചും സീറോ മലബാർ സഭ നിലപാട് വ്യക്തമാക്കി. മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചപ്പോൾ ക്രൈസ്തവ വിശ്വാസികളുടെ വിഷമം എന്തുകൊണ്ട് കാണാതെ പോയി എന്നും നിലവിലെ സാഹചര്യം ആശങ്കയുളവാക്കുന്നുണ്ടെന്നും സീറോ മലബാർ സഭ അറിയിച്ചു. അണിയറ പ്രവർത്തകരാണ് ഇതിന് ഉത്തരം നൽകേണ്ടത്. വിനോദോപാധിയെ വിവാദോപാധിയാക്കരുതെന്നും സഭ കുറ്റപ്പെടുത്തി. അതേസമയം RSS മുഖപത്രം ഓർഗനൈസറിൽ വന്ന ലേഖനത്തോട് സീറോ മലബാർ സഭ പ്രതികരിച്ചിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിനോട് പ്രതികരണമില്ല എന്നാണ് സഭ വ്യക്തമാക്കിയത്. സഭാ വിശ്വാസങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്ന സിനിമകൾ തുടർച്ചയായി വരുന്നുണ്ടെന്നും ഇത് സഭയെ ആശങ്കപ്പെടുത്തുന്നുണ്ടെന്നും സഭ വ്യക്തമാക്കി. അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടപെടാതെ വിശ്വാസ പ്രശ്നങ്ങളാണ് സഭ ഉയർത്തുന്നത്. എഴുത്തുകാരൻ ജിതിൻ K ജേക്കബിന്റെ പോസ്റ്റും വിവിധ ഗ്രൂപ്പുകളിൽ വൈറലാണ്. ആ സീനിന്റെ അവസാനം മുകളിൽ നിന്ന് ഒരു കുരിശ് ഒടിഞ്ഞ് തലകുത്തി വീഴുന്നു. കുരിശിന്റെ മറ്റ് ഭാഗങ്ങൾ ഒടിഞ്ഞുപോയി ലൂസിഫറിനെ കുറിക്കുന്ന L ബാക്കിയാകുന്നു. പിന്നിൽ തകർന്ന പള്ളിയുടെ ഏരിയൽ ഷോട്ട് കാണിച്ച് സീൻ അവസാനിക്കുന്നു. അതായത് ലൂസിഫർ ദൈവത്തെ തോൽപ്പിക്കുന്നു. ഇതാണ് ജിതിൻ പറഞ്ഞു വെക്കുന്നത്. വിവാദ ചിത്രം എമ്പുരാൻ ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ ആശങ്കയുണ്ടാക്കുന്നുവെന്ന് വിമർശിച്ച് സംഘപരിവാർ വാരികയായ ഓർഗനൈസറിലെ 2ാം ലേഖനം എത്തിയിരുന്നു. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ മറ്റാരെ ആശ്രയിക്കാൻ എന്ന ഡയലോഗ് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. മുരളി ഗോപിയും പൃഥ്വിരാജും ഉണ്ടാക്കിയ പ്രൊപ്പഗണ്ട സിനിമയാണ് എമ്പുരാനെന്നും സിനിമയ്ക്കെതിരെ ക്രിസ്ത്യാനികൾ രംഗത്ത് വരണമെന്നും ലേഖനത്തിൽ ആഹ്വാനമുണ്ട്. ഈ മലയാള സിനിമ ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ ആശങ്കയുണ്ടാക്കുന്നുവെന്നാണ് പ്രധാന ആരോപണം. ഖുറാനെക്കുറിച്ചോ അള്ളാഹുവിനെക്കുറിച്ചോ പ്രവാചകനെക്കുറിച്ചോ ഇങ്ങനെ പറയാൻ ഒരു സിനിമ ധൈര്യപ്പെടുമോ? ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെങ്കിൽ മറ്റു മതങ്ങളോടും ഇങ്ങനെ കാണിക്കുമോ എന്നും ലേഖനത്തിൽ ചോദ്യമുയർത്തുന്നുണ്ട്. ഈ ലേഖനം എത്തിയതിന് പിന്നാലെയാണ് KCBC അടക്കമുള്ള സഭാ നേതൃത്വങ്ങൾ വിഷയത്തിൽ ചർച്ച തുടങ്ങിയത്. സീറോ മലബാർ സഭ പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തു. ജിതിൻ K ജേക്കബിന്റെ പോസ്റ്റിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ്. എമ്പുരാൻ പിശാചിന്റെ സന്തതി. ഈ പോസ്റ്റ് ക്രിസ്ത്യൻ വിശ്വാസികളെ ഉദ്ദേശിച്ചുള്ളതാണ്. എമ്പുരാൻ സിനിമയിൽ തീവ്രവാദികളെ മഹത്വവൽക്കരിക്കുന്നതും ഹിന്ദു വിശ്വാസങ്ങൾക്ക് നേരെയും ഇന്ത്യ എന്ന രാഷ്ട്രത്തിന് നേരെയും വിഷം തുപ്പുന്നതും വർഗീയ കലാപങ്ങൾ വരെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും പരസ്യമായി ആണെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ ഏറ്റവും നികൃഷ്ടമായി ആക്രമിച്ചിരിക്കുന്നത് പല ഒളിച്ചുകടത്തലിലൂടെയുമാണ്. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ അവഹേളിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയാണ് എന്നത് നല്ലൊരു ശതമാനം ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് മനസ്സിലായിട്ടില്ല എന്നതാണ് വസ്തുത. ഇന്നലെ ഓർഗനൈസറിൽ എഴുതിയ ലേഖനം കണ്ട് ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചത് ക്രിസ്ത്യൻ നാമധാരികളാണ്. ഇത്തരം നിഷ്കുകളുള്ളതാണ് ഇവരുടെ ബലം. എമ്പുരാനിലെയും ലൂസിഫറിലെയും ക്രിസ്ത്യൻ വിശ്വാസങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ പറയും മുൻപ് കുറച്ച് പുറകോട്ട് സഞ്ചരിക്കണം. പൃഥ്വിരാജ് എന്ന നിലപാടുള്ള മഹാന്റെ പല സിനിമകളിലും സാത്താൻ സേവ അല്ലെങ്കിൽ പൈശാചിക ആരാധന, ബൈബിൾ വചനങ്ങൾ ദുർവ്യാഖ്യാനം, ബൈബിളിൽ ഇല്ലാത്ത വചനങ്ങൾ ഉണ്ടെന്ന് കാണിക്കൽ, പൈശാചിക ചിഹ്നങ്ങളുടെ അവതരണം, പൈശാചിക സ്തുതികൾ, യേശുക്രിസ്തുവിനെ ഇൻഡയറക്റ്റായി അവഹേളിക്കൽ എല്ലാം കാണാൻ കഴിയും. കുറച്ച് സിനിമകളുടെ പേര് പറയാം. സ്റ്റോപ്പ് വയലൻസ്, ആദം ജോൺ, നയൻ, എസ്ര, കോൾഡ് കേസ് തുടങ്ങിയ സിനിമകളിൽ നേരിട്ട് തന്നെയാണ് സാത്താൻ സേവയും സാത്താൻ ആരാധനയും സാത്താൻ ബിംബങ്ങളും ഒക്കെ കാണിക്കുന്നത്. 666, 616, 888, ത്രിബിളഫ് തുടങ്ങിയവയൊക്കെ പൈശാചിക ബിംബങ്ങൾ ആയിട്ടാണ് കരുതപ്പെടുന്നത്. 666 എന്ന നമ്പറിനെ കുറിച്ച് ബൈബിളിൽ പോലും പറയുന്നുണ്ട്. സെവൻത് ഡേ, മെമ്മറീസ് തുടങ്ങിയ സിനിമകളിലും സാത്താനിക്കായുള്ള കാര്യങ്ങൾ ഇൻഡയറക്റ്റായി ഒളിച്ചു കടത്തുന്നു. ഈ സിനിമകളിൽ ഒട്ടുമിക്കതും 8 നിലയിൽ പൊട്ടിയ സിനിമകളാണ്. എന്നിട്ടും അതേ പാറ്റേണിലുള്ള സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ പലതിലും നിർമ്മാണ പങ്കാളി ആരായിരുന്നു എന്ന് പറയണ്ടല്ലോ. അതുപോലെ തന്നെ ലൂസിഫർ, എമ്പുരാൻ എന്നീ 2 സിനിമകളിലും നിറഞ്ഞു നിൽക്കുന്നത് സാത്താൻ സ്തുതികളും സാത്താൻ ബിംബങ്ങളും ഇല്ലാത്ത ബൈബിൾ വചനങ്ങളും ദൈവപുത്രൻ എന്ന ക്രിസ്ത്യൻ വിശ്വാസികൾ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിനെ അവഹേളിക്കലുമൊക്കെയാണ്. ലൂസിഫർ എന്നത് പൈശാചികതയുടെ രൂപമാണ്, അല്ലെങ്കിൽ തിന്മയായാണ് ബൈബിളിൽ പറയുന്നതും ക്രിസ്തീയ വിശ്വാസവും. സിനിമയിൽ മോഹൻലാൽ ഉപയോഗിക്കുന്ന കാറിന്റെ നമ്പർ 666 ആണെന്നും പോസ്റ്റിൽ പറയുന്നു.